നമസ്കാരം. ഇന്ന് യാത്ര ഖജുരാഹോയിലേക്കാണ്. മധ്യപ്രദേശിലെ അതിപുരാതനമായ ഹിന്ദു ജൈന ക്ഷേത്രങ്ങളാണ് ഖജുരാഹോ ക്ഷേത്ര സമുച്ചയങ്ങൾ. വാരണാസിക്കും ഗംഗയ്ക്ക് തെക്കുമായി ബുന്ദേൽഖണ്ഡ് വനത്തിന് നടുവിലാണ് ഖജുരാഹോ സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഈ ക്ഷേത്ര സമുച്ചയം വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഖജുരാഹോ. സി 950-നും 1050-നും ഇടയിൽ ചന്ദേല രാജവംശത്തിലെ രാജാക്കന്മാരാണ് ഖജുരാഹോയിലെ മിക്ക ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചത്. ചന്ദ്രവർമ്മൻ എന്ന ചന്ദേല രാജാവാണ് അതിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ. 12-ാം നൂറ്റാണ്ടിൽ ഇവിടെ 20 ചതുരശ്ര കിലോമീറ്ററായി വ്യാപിച്ചു കിടന്ന 85 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു. ഇതിൽ 6 ചതുരശ്ര കിലോമീറ്ററായി 20 ക്ഷേത്രങ്ങൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. 7 നൂറ്റാണ്ടോളം വനത്തിനുള്ളിൽ വിസ്മൃതി കിടന്ന ഈ ക്ഷേത്ര സമുച്ചയത്തെ ബ്രിട്ടീഷ് എഞ്ചിനീയറായിരുന്ന TS ബുർട്ടാണ് 1838 പുറം ലോകത്ത് പരിചയപ്പെടുത്തിയത്. ഈ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് പോകുന്നതിന്, ട്രെയിൻ മാർഗം പോകുന്നതിന് ഖജുരാഹോയിലേക്ക് ഝാൻസിയിൽ നിന്നും അതുപോലെ തന്നെ ഭോപ്പാലിൽ നിന്നുമൊക്കെ ഡൽഹിയിൽ നിന്നുമൊക്കെ ട്രെയിനുകൾ ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രതിശില്പങ്ങളുടെ അമൂർത്തമായ ഭാവങ്ങൾ, സാലഭഞ്ജികകളുടെ അതിമനോഹരമായ നിർമ്മിതികൾ, ഇതെല്ലാം ചേർന്ന് അതിമനോഹരമായ ഒരു ദാരുശില്പത്തിൻ്റെ മകുടോദാഹരണമാണ് ഈ ക്ഷേത്ര സമുച്ചയം. ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ താമസിച്ചിരുന്ന ഇടത്തിൽ നിന്നും മനുഷ്യൻ മറ്റൊരിടത്തേക്ക് പലായനം ചെയ്തതിന് ശേഷം അത് കാടുമൂടി പോയതാവാമെന്നാണ് കരുതപ്പെടുന്നത്. കാമശാസ്ത്രത്തിൻ്റെ എല്ലാ കലകളും ഒപ്പിവച്ചിരിക്കുന്ന ശില്പങ്ങൾ, അത് ഖജുരാഹോ ക്ഷേത്രത്തിൻ്റെ വലിയ ഒരു പ്രത്യേകതയാണ്. ഈ ക്ഷേത്രം നോർത്തേൺ, വെസ്റ്റേൺ, സൗത്തേൺ എന്നുള്ള രീതിയിൽ പല ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ആ ക്ഷേത്രത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വിശദീകരിച്ച്, അല്ലെങ്കിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ ആ രീതിയിലാണ് പരിഗണിച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം, ഈ ക്ഷേത്രത്തിൻ്റെ വെസ്റ്റേൺ ഗ്രൂപ്പിലുള്ള ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് യോഗിനി ടെമ്പിൾ, ലാൽഗൺ മഹാദേവ് ടെമ്പിൾ, വരാഹ ടെമ്പിൾ, മഹാദേവ ടെമ്പിൾ, പാർവതി ടെമ്പിൾ, ഇത്തരം ക്ഷേത്രങ്ങളാണ് വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ്. അതുപോലെ തന്നെ ലക്ഷ്മണ ടെമ്പിൾ ഒക്കെയാണ്, വിശ്വനാഥ ടെമ്പിൾ, നന്ദി, അതുപോലെ തന്നെ ചിത്രഗുപ്ത ടെമ്പിൾ, അതുപോലെ തന്നെ JV ജഗദംബിക ടെമ്പിൾ, റൂയിൻ ശിവ ടെമ്പിൾ, അതുപോലെ തന്നെ കാന്തരിയ മഹാദേവ ടെമ്പിൾ. ഇതെല്ലാം തന്നെ ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണ്. അതുപോലെ തന്നെ ബ്രഹ്മ ടെമ്പിൾ, അതുപോലെ തന്നെ സ്റ്റാച്യു ഓഫ് ഹനുമാൻ, അതുപോലെ തന്നെ വാമന ടെമ്പിൾ, അങ്ങനെ ക്ഷേത്രങ്ങളുടെ ഒരു വലിയ സമുച്ചയം തന്നെ ഈ ഖജുരാഹോ സമുച്ചയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പല രീതിയിലുള്ള കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ദാരുശില്പങ്ങൾ, അതുപോലെ തന്നെ സാലഭഞ്ജികകളുടെ ചിത്രങ്ങൾ, യുവ മിഥുനങ്ങളുടെ ചിത്രങ്ങൾ,
അതുപോലെ തന്നെ കാമശാസ്ത്രം കൊത്തിവെച്ചിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ. ഇവിടെ തന്നെ നമുക്കറിയാം, നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ക്ഷേത്രം മാത്രമാണ് ഇവിടെ പൂജാ കർമ്മങ്ങൾക്കായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ക്ഷേത്രം. അതല്ലാതെ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും തന്നെ പൂജാകർമ്മങ്ങളൊന്നും തന്നെ അവിടെ നടക്കുന്നില്ല. ഇവിടെ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലത്താണ് ഇവിടെ യാത്ര ചെയ്യാൻ ഏറ്റവും സൗകര്യപ്രദമായ ഒരു സംവിധാനം. മറ്റു സമയത്തൊക്കെ ഒരുപാട് ചൂടായിരിക്കും, അവിടെ കല്ലിൽ നടക്കാനും ഒക്കെ ഏറെ ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും ദാരുശില്പകലയുടെ മകുടോദാഹരണങ്ങൾ അത് നമുക്കൊന്ന് നേരിൽ കാണാനുള്ള ഒരവസരമാണ് ഖജുരാഹോ സന്ദർശനത്തിലൂടെ മനുഷ്യന് ഉണ്ടാവുന്നത്. ഇവിടെ ഇന്ന് ഞാൻ ഏകദേശം 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിലുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതലായുള്ള വിശദാംശങ്ങളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഈ കാട്ടിൽ ഉണ്ടായ ഈ ക്ഷേത്രം, അല്ലെങ്കിൽ ഈ കാട്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം നമുക്ക് എന്തൊക്കെയായാലും നമ്മൾ ബുന്ദേൽഖണ്ഡ് വനത്തിന് നടുവിൽ ഇത് ഉണ്ടായി എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. ഈ ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം ലോകത്ത് പല രീതിയിലുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഈ ക്ഷേത്രം ഇത്തരത്തിൽ നാശോന്മുഖമായി പോയത്. മനുഷ്യവാസമില്ലാതെ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായപ്പോൾ അവിടെ നിന്ന് ആളുകൾ പലായനം ചെയ്തതാവാം. അതിനുശേഷം 1000-ലധികം വർഷങ്ങൾ ഇത് ആരും കാണാതെ ഈ കാട്ടിൽ 1000 വർഷത്തോളം കാട് വളർന്ന് അതിനുള്ളിലായിരുന്നു ഈ ക്ഷേത്രം. പിന്നീടാണ് ഈ ക്ഷേത്രത്തെ കാണുകയും അങ്ങനെ അത് വീണ്ടും മറ്റുള്ളവർക്ക് കാണാനും നമ്മുടെ ലോകത്തിൻ്റെ പൈതൃക പട്ടികയിലേക്ക് ഇതെല്ലാം കടന്നു വരാനുള്ള ഒരു സാഹചര്യമുണ്ടായത്. ഇപ്പോൾ ഈ കാണുന്നത് ഈ 20 ക്ഷേത്രങ്ങളുടെയും ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പല രൂപങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പല രൂപങ്ങളുടെയും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും എത്ര മനോഹരമായ ഒരു മനുഷ്യൻ്റെ ശരീരവടിവ്, ആകാരവടിവെല്ലാം കൃത്യമായി എത്രയോ വർഷങ്ങൾ, എത്രയോ ശില്പികൾ ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഒരു രാജ്യത്തിൻ്റെ പൈതൃകം, ഭാരതത്തിൻ്റെ പൈതൃകത്തെ തുറന്നു കാണിക്കുന്നതിന്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കലാവൈശിഷ്ട്യത്തെ എല്ലാം തുറന്നു കാണിക്കുന്ന ഒരു അപൂർവ ശില്പചാതുര്യമാണ് ഖജുരാഹോ ക്ഷേത്ര സമുച്ചയം അല്ലെങ്കിൽ ഖജുരാഹോ ശില്പങ്ങൾ. കേവലം രതിശില്പങ്ങൾ മാത്രമല്ല ഖജുരാഹോയിലുള്ളത്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ, ജീവിതങ്ങൾ എല്ലാം കാണിക്കുന്ന രീതിയിൽ ഈ ശില്പങ്ങളെ നമുക്കറിയാം. സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ എല്ലാം തന്നെ പ്രകടമാക്കുന്ന ശില്പങ്ങളുടെ ഒരു വലിയ സമുച്ചയം തന്നെയാണ് ഖജുരാഹോ ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെ ശില്പചാതുര്യങ്ങൾ, അതിൻ്റെ രൂപവൈശിഷ്ട്യങ്ങൾ എല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. 1000-കണക്കിന് വർഷം കാട് മൂടിപ്പോയ ഒരു ക്ഷേത്രം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഭാരതത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് നമുക്ക് അപ്പോൾ ചിന്തിക്കാൻ കഴിയും. ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഭാരതത്തിൽ 1000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, 2000-2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പോലും
ഭാരതത്തിനൊരു ചാതുര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഖജുരാഹോ ക്ഷേത്രവും അതിനോട് ചേർന്നുള്ള സ്ഥലവും കൂടി പരിശോധിച്ചാൽ നമുക്കറിയാം, വാരാണസി ലോകത്തെ ഏറ്റവും പഴയ ഒരു വലിയ മഹാനഗരമായിരുന്നു വാരാണസി. അതിന് തൊട്ടപ്പുറത്ത് നമുക്കറിയാം നളന്ദ നളന്ദ പോലെയുള്ള സർവകലാശാലകൾ. ഇതെല്ലാം ഭാരതത്തിൻ്റെ തനതായ പൈതൃകങ്ങളാണ്. അതിനോട് ചേർന്നാണ് ഈ ഖജുരാഹോ ക്ഷേത്ര സമുച്ചയമുള്ളത്. അങ്ങ് ചമ്പൽ കാടുകളിൽ പോലും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഭൂമിക്കടിയിലായി കിടക്കുന്നു. ഭാരതത്തിൻ്റെ പൈതൃകം, സംസ്കാരം എന്നെല്ലാം പറയുന്നത് അത് ഒരിക്കലും നശിച്ചു പോവാത്ത ഒരു സംസ്കാരമാണ്. അത് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നാൽ, ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും നമ്മൾ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ, ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ ക്ഷേത്രങ്ങളുടെയും പ്രത്യേകത. ജഗദംബികാ ക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവതിയുടെ ചൈതന്യവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ക്ഷേത്രഭാഗം. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ. അപ്പോൾ 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പേ, ഏകദേശം 5000 വർഷത്തിലധികം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇതിലെ പഴയ പല ക്ഷേത്രങ്ങൾക്കും. അപ്പോൾ ആ വർഷങ്ങളുടെ പഴക്കമുള്ള ക്ഷേത്രങ്ങളും ഭാരതത്തിൻ്റെ ഹിന്ദു സംസ്കാരവും ഹിന്ദു മിത്തോളജിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ക്ഷേത്ര സംവിധാനങ്ങൾ. ഇതിപ്പോൾ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ പരശുരാമൻ്റെ ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ വാമനൻ്റെ ക്ഷേത്രങ്ങൾ, വരാഹത്തിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായ മത്സ്യക്കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, ഈ പറയുന്ന രീതിയിലേക്കൊക്കെ പോകുമ്പോഴും ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം, അതുപോലെ തന്നെ പരമശിവൻ്റെ ക്ഷേത്രവും. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദുക്കളിൽ ഉണ്ടായിരുന്ന വൈഷ്ണവ ശൈവ സംഘർഷത്തെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ ഇതിൽ കാണാൻ കഴിയില്ല. കാരണം ഈ ക്ഷേത്ര സമുച്ചയത്തിൽ വൈഷ്ണവ ക്ഷേത്രവും ശൈവ ക്ഷേത്രങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിൽ നന്ദിയെ വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ക്ഷേത്രങ്ങളാണ് ഈ സമുച്ചയത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമ്മളങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്ര സമുച്ചയവുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുന്ന മറ്റൊരു ക്ഷേത്ര സമുച്ചയമുണ്ട്, ജൈന മതക്കാരുടെ, അതായത് ദിഗംബര ജൈനരുടെ ക്ഷേത്രവും ഇവിടെ കാണാം. അപ്പോൾ ഭാരതത്തിലെ ബുദ്ധ, ജൈന, ഹൈന്ദവ ക്ഷേത്രങ്ങളെ എല്ലാം കൂടി സമുന്നയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയമായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഏകദേശം 85-ലധികം ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഈ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭാരതത്തിൽ ക്രിസ്തുവിന് മുമ്പ് ഇത്തരത്തിൽ ക്ഷേത്ര സമുച്ചയങ്ങൾ ഉണ്ടാവുകയും അത് പിന്നീട് ആ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനു ശേഷം ഓരോ സ്ഥലത്തു നിന്ന് പലായനം ചെയ്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആവാം മനുഷ്യൻ ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ സ്വന്തം പൈതൃകവും മറ്റുമെല്ലാം അവിടെ കാട് പിടിച്ച് അവിടെ ഇല്ലാതെ പോയിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ യുദ്ധങ്ങളുടെ, വിദേശ ശക്തികളുടെ ആക്രമണം ഭയന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയപ്പോഴും ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ചിലപ്പോൾ നാശോന്മുഖമായി പോയിട്ടുണ്ടാവാം. ഇവിടെ സ്വർണമോ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളോ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങൾ ചിലപ്പോൾ കൊള്ളയടിക്കപ്പെട്ടേക്കാം. ഈ ശില്പങ്ങളിൽ കാണുന്ന അകത്തെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ബിംബങ്ങളിലുള്ള ആരാധനയ്ക്കായി ഉപയോഗിച്ചിട്ടുള്ള ബിംബങ്ങളിലുള്ള വസ്തുക്കളെല്ലാം ചിലപ്പോൾ അപഹരിക്കപ്പെട്ടേക്കാം. പക്ഷേ പുറത്തെല്ലാം കല്ലിൽ കൊത്തിവെച്ച ശില്പങ്ങളായതുകൊണ്ട് തന്നെ അതൊന്നും ആർക്കും എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാവാം ഇതെല്ലാം ഇവിടെ ഇങ്ങനെ തന്നെ അവശേഷിക്കപ്പെട്ടത്. ജീവിതത്തിൽ മനുഷ്യൻ്റെ, യാത്രികൻ്റെ ഒക്കെ ഒരു സമയത്ത് ഇവിടെയെല്ലാം ഒന്ന് പോയി കാണുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യവും സന്തോഷവുമായിട്ടാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയുക. അതുപോലെ തന്നെ ലക്ഷ്മണ ക്ഷേത്രമുണ്ട് ഇവിടെ. ലക്ഷ്മണ ക്ഷേത്രത്തിൽ
ആ, ഏകദേശം ആ ലക്ഷ്മണ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എ ഡിയിലാണെന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ലക്ഷ്മണ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ശില്പങ്ങൾ അതിമനോഹരമാണ്. അതുപോലെ തന്നെ ഒരു വിശ്വനാഥ ടെമ്പിളുണ്ട്. വിശ്വനാഥ ടെമ്പിളും അതിമനോഹരമാണ്. അങ്ങനെ ഈ ഈ പറയുന്ന ഖജുരാഹോയിലുള്ള ക്ഷേത്രങ്ങളുടെ ചരിത്രവും മറ്റുമൊക്കെ പരിശോധിച്ചാൽ അത്ഭുതപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ശില്പങ്ങളാണ്. വലിയ വലിയ മണ്ഡപങ്ങളുണ്ടാക്കി. ഇത് ഈ കാണുന്നത് ജൈന ക്ഷേത്രങ്ങളുടെ സമുച്ചയത്തിലാണ്. പൊട്ടിപ്പൊളഞ്ഞ ഭാഗത്തെടുത്ത് അത് ഇപ്പോൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രമാണ്. ഇത് ഇപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അത് പുനരുദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് രതിശില്പങ്ങളുടെ പല ഭാവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. പ്രേമത്തിൻ്റെ കാമുകന്മാരുടെ ചേഷ്ടകളടക്കം, നൃത്തത്തിൻ്റെ ഭാവങ്ങളടക്കം, ലാസ്യഭാവങ്ങളടക്കം, സാലഭഞ്ജികകളുടെ ചിത്രങ്ങളടക്കം നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഭാഗത്ത് ഈ കാണുന്നത് ജൈനക്ഷേത്രങ്ങളാണ്. കൂടുതലായി പലതും പഴയ ക്ഷേത്രങ്ങളോട് തന്നെ പുനർനിർമ്മാണവും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ജൈന ക്ഷേത്രങ്ങളാണ്. ദിഗംബര ജൈന ക്ഷേത്രമാണ് ഈ കാണുന്നത്. ആ ക്ഷേത്രത്തിനുള്ളിൽ ഇത് ഒരു ഹിന്ദു ദേവാലയമായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പിന്നീട് അവിടെ ദിഗംബര ജൈന പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതായിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ആ ബുദ്ധൻ്റെയും ജൈനൻ്റെയും ഒക്കെ ശില്പങ്ങൾ പുതിയ ശില്പങ്ങളാണ്. പക്ഷേ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ശില്പങ്ങൾ അത് വളരെ അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ശില്പങ്ങളാണ്. ഇതെന്ന് പറയുന്നത് ഇതൊരു പഴയ ക്ഷേത്രം തന്നെയാണ്. അത് പക്ഷേ ജൈന ക്ഷേത്രമായി മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ ശില്പങ്ങളും ഒക്കെ കാണാം. ദിഗംബര ജൈന ശില്പങ്ങൾ നമുക്ക് ആ ക്ഷേത്രത്തിനുള്ളിലായിട്ട് കാണാം. ഇത് ഒരു ശിവക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ശില്പങ്ങളെന്ന് പറയുന്നത് ഇതെല്ലാം നിർമ്മിക്കാൻ എത്രയോ മനുഷ്യായുസ്സുകൾ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ പങ്കും ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചതായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാം. ഉള്ളിൽ ഇരുട്ടായതുകൊണ്ട് പല രൂപങ്ങളും നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പലതിൻ്റെയും ഇത് ബുദ്ധ രൂപങ്ങളാണ്. ഇത് പലതും കേടുവന്നിട്ടുണ്ട്. കാരണം കാലാന്തരത്തിൽ സംഭവിച്ചിട്ടുള്ള കേടുകളാണ്. അതുപോലെ തന്നെ ഇത് കാമശാസ്ത്രത്തെ ഒക്കെ കാമശാസ്ത്രം എങ്ങനെയാണോ ആ ഗ്രന്ഥത്തിലുള്ളത് അതെല്ലാം തന്നെ കൊത്തിവെച്ചിട്ടുള്ള ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. എത്ര കണ്ടാലും മതിവരാത്ത ഖജുരാഹോയിലെ ദാരുശില്പങ്ങൾ, ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ. ഇവിടെ നമ്മൾ എത്ര കണ്ടാലും മതി വരില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓരോ തവണ നമ്മൾ കണ്ടു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും കാണണമെന്നുള്ള ആവേശത്തോടു കൂടി നമ്മൾ വീണ്ടും അത് കാണുന്നതിന് വേണ്ടി പോവാൻ തോന്നിക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കുന്ന ഒരു മനോഹര പുരാതന ശിലാശില്പ സൗന്ദര്യമാണ് ഖജുരാഹോയിലെ ശില്പങ്ങൾ.